Hi, my dear students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT Class 7 English, Unit 4, The Ashes That Made Trees Blue. അപ്പോൾ ഇതൊരു ജാപ്പനീസ് സ്റ്റോറിയാണ്. ഇത് ഇച്ചിരി ലെങ്തി സ്റ്റോറി ആണ്, പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് ആൻ ഓണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ഓൾഡ് കപ്പിൾ ആൻഡ് ദിയർ പെറ്റ് ഡോഗ്. അപ്പൊ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വയസ്സായ ഒരു കപ്പിളിന്റെയും അവർക്കുണ്ടായിരുന്ന ഒരു പെറ്റ് ഡോഗിന്റെയും കഥയാണ്. The neighbors are troublesome and the dog dies a sad death. അപ്പൊ അവര് നെയ്ബേഴ്സ് ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. അങ്ങനെ ഈ ഡോഗ് ഒരു ദിവസം മരിച്ചു പോവാണ്. The spirit of the dog gives solace and support to his master in unexpected ways. അപ്പൊ ആ ഡോഗിന്റെ ആത്മാവ് വന്നിട്ട് ഇവർക്ക് സൊലേസ് എന്ന് വെച്ചാൽ ഹാപ്പിനെസ്, കംഫർട്ട് കൊടുക്കുകയാണ്, സപ്പോർട്ട് കൊടുക്കുകയാണ് പല രീതിയിലും. അതാണ് ഈ സ്റ്റോറി. ദ ആഷസ് ദാറ്റ് മെയ്ഡ് ട്രീസ് ബ്ലൂ. ആഷസ് എന്ന് വെച്ചാൽ ചാരം ട്രീസിനെ പൂവണിയിപ്പിച്ചു. എങ്ങനെയാണെന്ന് നോക്കാം. In the good old days of the daimyos, there lived an old couple whose only pet was a little dog. അപ്പൊ പണ്ട് കാലത്ത് ഡൈമിയോസിന്റെ കാലത്ത്, ഡൈമിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽത്തി ലാൻഡ് ഓണേഴ്സ് ആണ് ജപ്പാനിലുള്ള. അവരുടെ കാലത്ത് വയസ്സായ ഒരു കപ്പിള് ജീവിച്ചിരുന്നു. അവർക്ക് പെറ്റ് ആയിട്ട് ഒരു ഡോഗും ഉണ്ടായിരുന്നു അവർക്ക്. ഹാവിംഗ് നോ ചിൽഡ്രൻ ദേ ലവ്ഡ് ഇറ്റ് ആസ് ദോ ഇറ്റ് വെയർ എ ബേബി. അവർക്ക് കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം അവരുടെ സ്വന്തം കുട്ടിയായിട്ട് ഈ ഡോഗിനെ അവർ കൺസിഡർ ചെയ്താണ് വളർത്തിയത്. The old dame made it a cushion of blue crepe and at mealtime Muko, for that was its name, would sit on it as snug as any cat. അപ്പൊ ആ ഓൾഡ് ഡെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുമൺ ആണ് അർത്ഥം. അപ്പൊ ഓൾഡ് ഡെയിം ഒരു കുഷ്യൻ ഒക്കെ ഉണ്ടാക്കി ക്രേപ്പിന്റെ തുണിയും കൊണ്ട്, ഇതിനെ ബ്ലൂ ക്രേപ്പിന്റെ തുണിയും കൊണ്ട് ഇതിനെ കിടക്കാനൊക്കെ വേണ്ടിയിട്ട്. അതിന്റെ പേരായിരുന്നു മൂക്കോ എന്ന്. അപ്പൊ ആ മീൽ ടൈം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ അത് കിടക്കും. അത് കഴിഞ്ഞിട്ട് അതൊരു ഒരു സ്നഗ് എന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ട്, ആ ഒരു ക്യാറ്റ് ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ പോലെ ഇത് ഇരിക്കുമായിരുന്നു. അത്രയ്ക്ക് കെയർ കൊടുത്താണ് ഇവർ വളർത്തിയിരുന്നത്. The kind people fed the pet with tidbits of fish from their own chopstick. അതുകൂടാതെ ഈ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഈ കപ്പിൾസ് അവര് ഈ പെറ്റിന് ഫിഷിന്റെ ഒക്കെ ടിഡ്ബിറ്റ്സും അവരുടെ ചോപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ സ്പൂൺ, നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ആ ഒരു കോലാണ് അല്ലെ, അതുകൊണ്ട് അതിൽ നിന്ന് ഫിഷിന്റെ ടിഡ്ബിറ്റ്സും ആൻഡ് ഓൾ ദ ബോയിൽഡ് റൈസ് ഇറ്റ് വാണ്ടഡ്, അതിന്റെ റൈസും എല്ലാ ഫുഡൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു. Thus treated, the dumb creature loved its protectors like a being with a soul. അങ്ങനെയാ മിണ്ടാപ്രാണി, ഡംബ് ക്രീച്ചർ എന്ന് വെച്ചാൽ മിണ്ടാപ്രാണി അവരുടെ യജമാനെ ഭയങ്കരമായിട്ട്, അവരുടെ പ്രൊട്ടക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ആണ് ജീവിച്ചിരുന്നത്. The old man being a rice farmer went daily with hoe or spade into the fields. ഈ വയസ്സായ മനുഷ്യനൊരു ഫാർമർ ആയിരുന്നു. അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ ഫീൽഡില് ഹോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈത്തോക്കല്ല കൈക്കോട്ട്, ഈ എന്താണ് തൂമ്പയൊക്കെ ഇല്ലേ, തൂമ്പയൊക്കെ ആയിട്ട് പോവും. Working hard from morning until Otento Sama had gone down behind the hills. അപ്പൊ രാവിലെ മുതൽ വൈകിട്ട്, ഓട്ടന്റോ സാമ എന്ന് വെച്ചാൽ സണ്ണിനെയാണ് വിളിക്കുന്നത്, സൺ ഹില്ലിന്റെ മുകളിൽ പോകുന്നത് വരെ, സൺസെറ്റ് വരെ വർക്ക് ചെയ്യുമായിരുന്നു. Every day the dog followed him to work, never once harming the white heron that walked in footsteps of the old man to pick up the worms. അപ്പൊ അതിന്റെ കൂടെ ഈ ഡോഗും പോകും. അപ്പൊ ഹെറോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കാണ്, വൈറ്റ് കൊക്ക് പോലത്തെ ഒരു ജീവിയാണ്. അതിങ്ങനെ എന്താണ് ആ സ്ഥലത്തൊക്കെ വന്നിരിക്കും. അതിനെ ഒന്നും ഈ ഡോഗ് ഒരു ഉപദ്രവവും ചെയ്യില്ല. For the old fellow was patient and kind to everything that had life, and often turned up a sword on purpose to give food to the birds. അത് മാത്രമല്ല, ഈ വയസ്സായ ഡോഗ് ഒറ്റ ബേർഡ്സിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. അത് മാത്രമല്ല, ഇയാളും ഈ ഓൾഡ് മാനും ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യൊന്നുമില്ല. അത് ആ ബേർഡ്സിന് അവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇത് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷമായിട്ടാണ് ഇവർ പോയിരുന്നത്. One day the dog came running to him, putting his paws against his leg and motioning with his head to some spot behind. ഒരു ദിവസം ഈ ഡോഗ് വീട്ടിലേക്ക് ഓടി വന്നിട്ട് അതിന്റെ കാലിങ്ങനെ ഇങ്ങനെ അനക്കി ഹെഡൊക്കെ അനക്കി ഒരു സ്പോട്ടിലേക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. The old man at first thought his pet was only playing and did not mind it. ആദ്യം വിചാരിച്ചു കളിക്കണയായിരിക്കും എന്ന്. പിന്നെ അത് കാരണം ആദ്യം മൈൻഡ് ചെയ്തില്ല. But the dog kept on whining and running to and fro for some minutes. അതിനുശേഷം ഈ ഡോഗ് വൈനിങ് ടു ആൻഡ് ഫ്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി, വലിയ സൗണ്ട് ഒക്കെ എടുത്തിട്ട്.
Then the old man followed the dog a few yards to a place where the animal began a lively scratching. അപ്പൊ ഈ ഡോഗ് കുറെ ദൂരം അങ്ങ് പോയിട്ട് ഏതൊരു സ്ഥലത്ത് ചെന്നപ്പോ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണില്. Thinking it was possibly a buried bone or a bit of fish, the old man stuck his hoe in the earth. അപ്പൊ വിചാരിച്ചു മിക്കവാറും ഇവന് ഈ മാന്തുന്നത് എന്തെങ്കിലും ബോണോ എന്തെങ്കിലും എല്ലോ അല്ലെങ്കിൽ ഫിഷിന്റെ എന്തെങ്കിലും കഷ്ണമൊക്കെ മണ്ണിന്റെ അടിയിൽ കിടക്കണ എടുക്കാൻ വേണ്ടിയായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ ആ കൈ കോട്ട് അങ്ങ് വെച്ചു ഭൂമിയിൽ. When lo, a pile of gold gleamed before him. നോക്കുമ്പോ ഇവൻ സ്ക്രാച്ച് ചെയ്തപ്പോ എന്നാ വന്നത്? ഒരു കെട്ട്, ഒരു കുന്നാരം ഗോൾഡ് ഇങ്ങനെ മിന്നാണ്. അപ്പൊ ഗോൾഡ് ആണ് ഇവൻ കാണിച്ചു കൊടുത്തത്. Thus in an hour the old couple were made rich. അപ്പം മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഓൾഡ് കപ്പിൾ ഭയങ്കര റിച്ച് ആൾക്കാരായി മാറി. The good souls bought a piece of land, made a feast for their friends and gave plentiful to their poor neighbors. അപ്പൊ ആ കാശ് കൊണ്ട് ഈ പാവപ്പെട്ട മനസ്സുള്ള നല്ല മനസ്സുള്ളവർ എന്ത് ചെയ്തു? കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചു, കുറെ ഫ്രണ്ട്സിന് ഫീസ്റ്റ് ഒക്കെ കൊടുത്തു, പിന്നെ പാവപ്പെട്ട പുവർ ആയിട്ടുള്ള അയൽവക്കക്കാർക്കൊക്കെ വിതരണം ചെയ്തു കുറെ കാശ്. As for the dog, they petted him till they nearly smothered him with kindness. അപ്പൊ ആ ഡോഗിനെ അവര് വളരെ കൊഞ്ചിച്ച് സ്നേഹത്തോടെ ഇങ്ങനെ വളർത്തി സ്മൂത്ത് ചെയ്ത്, അതായത് സോഫ്റ്റ് ആയിട്ടൊക്കെ കൈൻഡ്നെസ്സോടുകൂടി സ്നേഹിച്ചു. Now in the same village there lived a wicked old man and his wife, not a bit sensitive and kind. അപ്പൊ അവരുടെ സെയിം വില്ലേജിൽ വിക്കഡ് ആയിട്ടുള്ള ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള ക്രൂവൽ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഭാര്യയും ജീവിച്ചിരുന്നു. അവര് ഭയങ്കര ദുഷ്ടന്മാരായിരുന്നു. അവർ ഒട്ടും സെൻസിറ്റീവും അല്ലായിരുന്നു, കൈൻഡും അല്ലായിരുന്നു. Who had always kicked and scolded all dogs whenever any passed their house. അപ്പൊ ഇവര് എപ്പോഴും ഏത് ഡോഗ് അതിന്റെ അടുത്തേക്കിടെ പോയാലും അതിന് ഓടിച്ചു വിടും, വഴക്ക് പറഞ്ഞു ഓടിച്ചു വിടുമായിരുന്നു. Hearing of their neighbors' good luck, they coaxed the dog into their garden and set before his bits of fish and other dainties, hoping he would find treasure for him. അപ്പൊ ഇത് കേട്ടപ്പോ ഈ ദുഷ്ടന്മാരായ നെയ്ബേഴ്സ് എന്ത് ചെയ്തു? ഈ നമ്മുടെ ഈ ഡോഗിനെ വലിച്ച് അവര് പിടിച്ച് അതിന് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഗാർഡന്റെ അവിടെ വെച്ച് കുറെ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാനുള്ള ഫുഡൊക്കെ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഡോഗ് വേറെ ട്രഷറൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കും എന്നുള്ള വിശ്വാസത്തില്. But the dog, being afraid of the cruel pair, would neither eat nor move. അപ്പൊ ഈ ഡോഗ് ഇവരെ പേടിച്ചിട്ട്, അവർക്ക് അറിയാം ഇവര് ദുഷ്ടന്മാരാന്ന് ഡോഗിന് അറിയായിരുന്നു. അപ്പൊ ഡോഗ് പേടിച്ചിട്ട് അവരുടെ അടുത്തിട്ട് പോയി അവരോട് ഭക്ഷണം കഴിച്ചില്ല, അങ്ങോട്ട് പോകുക പോലും ചെയ്തില്ല. Then they dragged him out of doors. അപ്പൊ എന്ത് ചെയ്തു? ഇവര് ഈ പട്ടിയെ, ഈ ഡോഗിനെ മൂക്കോന്റെ കഴുത്തിൽ വലിച്ചു കൊണ്ടുപോയി. ടേക്കിംഗ് എ സ്പേഡ് ആൻഡ് ഹോ വിത്ത് ദം. അതിന്റെ കൂടെ ഒരു സ്പേഡും അതിന്റെ തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് പോയി. No sooner had the dog got near a pine tree growing in the garden than he began to paw and scratch the ground as if a mighty treasure lay beneath. അവിടെ അങ്ങനെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ ഈ ഡോഗ് നിവൃത്തിയില്ലാതെ ആ ഗാർഡൻ ഡഗ് ചെയ്യാണ്, ആ ഗാർഡന്റെ അവിടെ ഗ്രൗണ്ട് ഡഗ് ചെയ്യാണ്. Quick wife, hand me the spade and hoe. പെട്ടെന്ന് ആ തൂമ്പയൊക്കെ തായോ, cried the greedy old fool as he danced with joy. ഇപ്പൊ ഗോൾഡ് കിട്ടാൻ പോവാന്ന് വെച്ച് സന്തോഷിച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് ഈ greedy fool, ആ ദുഷ്ടനായ മനുഷ്യൻ നോക്കി നിൽക്കുകയാണ്. Then the covetous old fellow, covetous എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൂക്കഡ്, greedy. ഓക്കെ, greedy എന്നാണ് അർത്ഥം. അയാൾ സ്പേഡ് ഒക്കെ എടുത്ത് നിൽക്കുകയാണ്. The old crone with hoe began to dig, but there was nothing but a dead kitten. dig ചെയ്തപ്പോ എന്താ കിട്ടിയ അവർക്ക്? ഒരു ചത്ത കിറ്റൻ, കുഞ്ഞ് ക്യാറ്റിനെ, അതായത് സ്മോൾ വൺ ഓഫ് ക്യാറ്റ് കിറ്റൻ. The smell of which made them drop their tools and shut their noses. ആ ചത്ത ആ കിറ്റന്റെ സ്മെല്ല് കാരണം അവര് ആ ടൂൾ അവിടെ ഇട്ട് അവരുടെ മൂക്കൊക്കെ പൊത്തി ഓടി. Furious at the dog, the old man kicked and beat him to death. ദേഷ്യം വന്നു ഈ ഡോഗിനോട്, ദേഷ്യം വന്നിട്ട് ആ ദുഷ്ടനായ ഓൾഡ് മാൻ ആ ഡോഗിന്റെ മേത്തേട്ട് കിക്ക് ചെയ്ത് അതിനെ കൊന്നു. The old woman finished the work by nearly chopping off his head. അതുകൂടാതെ ആ ഓൾഡ് വുമൺ ഉണ്ടല്ലോ, അത് ആ ഡോഗിന്റെ തല വെട്ടി ചോപ്പ് ചെയ്തു. വിത്ത് ദ ഷാർപ്പ് ഹോ, അതിന്റെ ആ കൈ എന്താണ് ഹോ എന്ന് വെച്ചാൽ കൈക്കോട്ടുണ്ടല്ലോ, കൈക്കോട്ട് വെച്ചിട്ട് അതിന്റെ തല വരെ അറുത്തു മാറ്റി. They then flung him into the hole and heaped the earth over his carcass. carcass എന്ന് വെച്ചാൽ ഡെഡ് ബോഡി. അതിന്റെ ഡെഡ് ബോഡി ഒരു ഹോൾ ഉണ്ടാക്കി അവിടെ എന്താണ് അവിടെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു.
The owner of the dog heard of the death of his pet and mourning for him as if he had been his own child. അപ്പൊ ഈ ഡോഗിന്റെ മൂക്കോടെ ഒറിജിനൽ ഓണേഴ്സ് ഉണ്ടല്ലോ, അവർ ഈ ഡെത്തിനെ കുറിച്ച് കേട്ടപ്പോ കുറെ നേരം കരഞ്ഞു 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 അവർ പറ്റില്ലാണ്ടായി. അവരുടെ സ്വന്തം മോനെ പോലെ സ്നേഹിച്ച പട്ടിയാണ് മരിച്ചിരിക്കുന്നത്. When that night under the pine tree, അതിനെ കുഴിച്ചിട്ട് ആ പൈൻ ട്രീയുടെ അടിയിൽ പോയിന്ന് set up some bamboo tubes in the ground such as are used before tombs. അപ്പൊ ഈ ശവകുടീരങ്ങളുടെ ഒക്കെ മുമ്പിൽ പൂക്കൾ വെക്കില്ലേ, അതുപോലെ ഇവര് ബാംബൂ ട്യൂബ്സ് ഒക്കെ ഉണ്ടാക്കി, ഇൻ വിച്ച് they put fresh flowers. അവര് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ ആ സ്ഥലത്ത് ചുറ്റും അതിലൊക്കെ കെട്ടി ഫ്ലവേഴ്സ് വെക്കുകയാണ്. Then he laid a cup of water and a tray of food on the grave and burned several costly sticks of incense. Incense എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനത്തിരി. അപ്പൊ അവര് അവിടെ ട്രേയിൽ ഫുഡും വാട്ടറും ഒക്കെ കൊണ്ടുവച്ചു. അതുകൂടാതെ ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് ഈ ഡോഗിനെ കുഴിച്ചിട്ടിരിക്കുന്ന അവിടെ. He mourned a great while over his pet, calling him many dear names as if he were alive. ആ ഡോഗ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത പോലെ ഇവർ കുറെ പേരുകളൊക്കെ അതിന്റെ പെറ്റായിട്ട് മൂക്കോ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. That night the spirit of the dog appeared to him in a dream and said, "Cut down the pine tree over my grave and make from it a mortar for your rice pastry and a meal for your bean sauce." ആ രാത്രി ഡോഗ് സ്വപ്നത്തിൽ വരികയാണ്, എന്നിട്ട് പറയാണ്, ആ പൈൻ ട്രീ കട്ട് ചെയ്യണം എന്നെ കുഴിച്ചിട്ടിരിക്കണം എന്റെ അടുത്തുള്ള, എന്നിട്ട് അതിൽ നിന്ന് ഒരു മോട്ടാറും ഒരു റൈസ് പേസ്ട്രി, അതായത് ഈ മില്ലുണ്ടല്ലോ ഇങ്ങനെ പൊടിക്കുന്ന മില്ല് പോലത്തെ സാധനം, അതുണ്ടാക്കണമെന്ന് ഈ ഡോഗിന്റെ സോള് പറയാണ്. ആരോട് പറയാണ്? ഈ ഓൾഡ് കപ്പിളിനോട് പറയാണ്. So the old man chopped down the tree and cut off the middle of the trunk, a section about 2 feet long. അങ്ങനെ ആ ട്രീ ചോപ്പ് ചെയ്ത് ഇയാള് എന്തുണ്ടാക്കുകയാണ്? ആ മില്ല് ഉണ്ടാക്കുകയാണ്. With great labor, partly by fire, partly by chisel, he scraped out a hollow place as big as a small bowl. അപ്പൊ അതിൽ നിന്ന് എന്താണ് ഇയാളൊരു ബൗൾ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഹാമർ ഉണ്ടാക്കി അതുകൊണ്ട്. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? പൗണ്ടിങ് റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റൈസ് പൊടിക്കുന്നതിന് വേണ്ടിയിട്ട്. When the new year time drew near, he wished to make some rice paste. അപ്പൊ ന്യൂ ഇയർ സമയമായി, അപ്പൊ അവർക്ക് തോന്നി ഒരു കാര്യം ചെയ്യാം, കുറച്ച് റൈസ് പേസ്ട്രി ഉണ്ടാക്കാന്ന്. When the rice was all boiled, Granny put it into the mortar. The old man lifted his hammer to pound the mass into duff. അപ്പൊ അവര് ഈ റൈസ് ഒക്കെ ബോയിൽ ചെയ്ത് ഗ്രാനി ആ ലേഡി മോട്ടാറിൽ ഇതൊക്കെ ഇട്ട് ഹാമർ ഒക്കെ എടുത്ത് ആ പൊടി ഇങ്ങനെ കുഴക്കുകയാണ്. ഡവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴച്ച് പരുവത്തിനാക്കുകയാണ്. And the blows fell heavy and fast till the pastry was all ready for baking. അങ്ങനെ അതിന്റെ ആ മാവൊക്കെ റെഡിയാക്കി ബേക്കിങ്ങിന് റെഡിയാക്കി. Suddenly the whole mass turned into a heap of gold coins. അപ്പം തയ്യാറാക്കി വെച്ചിരുന്ന ആ മാവ് പെട്ടെന്ന് തന്നെ ഗോൾഡായി മാറി. When the old woman took the hand mill and filling it with beans began to grind, the gold dropped like rain. അതുകൂടാതെ ഹാൻഡ് മിൽ ഉണ്ടല്ലോ, അതും അതിൻ്റെ അകത്ത് കുറച്ച് ബീൻസ് ഇട്ടായിരുന്നു അത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബീൻസും എല്ലാം ഗോൾഡ് കോയിൻസ് ആയിട്ട് മഴ പെയ്യുന്നത് പോലെ അതിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. എല്ലാം ഗോൾഡായി. Meanwhile the envious neighbor peeped it at the window when he boiled beans were being ground. അപ്പൊ ഈ ദുഷ്ടന്മാരായ അസൂയക്കാരായ ഈ അയൽവക്കക്കാര് ഒളിഞ്ഞു നോക്കുകയാണ് വിൻഡോയിൽക്കൂടെ. അപ്പൊ അവര് നോക്കുമ്പം ഇങ്ങനെ കാണുകയാണ് ഗോൾഡ് വന്നത്. "Goody me!" cried the old hag. ഹാഗ് എന്ന് വെച്ചാൽ ദുഷ്ടൻ. As she saw each dripping of sauce turning into yellow gold until in a few minutes the tub under the mill was full of shining mass of gold. അപ്പൊ അവര് കാണാണ് മഞ്ഞ കളറിലുള്ള ഗോൾഡ് മുഴുവൻ ഇങ്ങനെ വരികയാണ്, എല്ലാം ഗോൾഡ് ആയിട്ട് ആ മില്ലിക്കടെ ഒഴുകി വരികയാണ്. So the old couple were rich again. അങ്ങനെ ആദ്യത്തെ സ്വർണ്ണമൊക്കെ ഇവരെല്ലാവർക്കും കൊടുത്തായിരുന്നു, തീർന്നായിരുന്നു. വീണ്ടും ഇവര് റിച്ച് ആയി. The next day the stingy and wicked neighbor came and borrowed the mortar and magic mill. Stingy എന്ന് വെച്ചാൽ ഭയങ്കര പിശുക്കരായ ദുഷ്ടന്മാരായ, വിക്കഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഷ്ടന്മാരായ ഇവര് ഈ മാജിക് മില്ല് മേടിച്ചുകൊണ്ട് പോയ മോട്ടാറും മാജിക് മില്ല് മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നു. They filled one with boiled rice and other with beans. ഒരെണ്ണത്തില് ബോയിൽഡ് റൈസ് ഇട്ടു, മറ്റേല് ബീൻസ് ഇട്ടു. റൈസ് ഒക്കെ പൊടിച്ച് സ്വർണ്ണാവും ബീൻസും സ്വർണ്ണ കോയിൻ ആയിട്ട് വരുന്നുള്ള വിചാരത്തിലാണ്. Then the old man began to pound and the woman to grind.
അപ്പൊ ഈ മനുഷ്യൻ പൗണ്ട് ചെയ്യാനും അത് കുഴയ്ക്കാനും വുമൺ എന്തായി ഗ്രൈൻഡ് ചെയ്യാനൊക്കെ തുടങ്ങുകയാണ്. But at the first blow and turn the pastry and sauce turned into whole mass of worms. അപ്പൊ അവര് ഇങ്ങനെ അത് ചെയ്തപ്പോ എന്തു പറ്റി? ആ പേസ്ട്രിയും സോസും എല്ലാം വേംസ് പുഴുക്കളായി മാറി, കുറെ പുഴുക്കളുടെ കൂമ്പാരമായി മാറി. Still more angry at this, they chopped the mill into pieces to use as firewood. ദേഷ്യം വന്നിട്ട് ഇവരെന്ത് ചെയ്തു? ആ മില്ലുണ്ടല്ലോ, അവർ മേടിച്ചുകൊണ്ട് വന്ന മാജിക് മില്ലും മോട്ടറും കട്ട് ചെയ്തിട്ട് അവര് ഫയർവുഡ് ആയിട്ട് കത്തിച്ചു. അത് കത്തിച്ചു കളഞ്ഞു. Not long after that, the good old man dreamed again. അങ്ങനെ അവരുടെ റൈസ് പേസ്ട്രിയും ആ മില്ലും എല്ലാം പോയി. അപ്പൊ വീണ്ടും കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ ഓൾഡ് കപ്പിൾ, ഗുഡ് ഓൾഡ് കപ്പിൾ ഡ്രീം കാണുകയാണ്. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ഡോഗ് സ്പോക്ക് ടു ഹിം. വീണ്ടും ആ ഡോഗിന്റെ സ്പിരിറ്റ് വന്ന് പറയാണ്, ടെല്ലിങ് ഹിം ഹൗ ദ വിക്കഡ് പീപ്പിൾ ഹാഡ് ബേൺ ദ മിൽ മെയ്ഡ് ഫ്രം ദ പൈൻ ട്രീ. അപ്പൊ ഡോഗിന്റെ ആത്മാവ് പറഞ്ഞു, അവരിങ്ങനെ ഒക്കെ ചെയ്തു. ടേക്ക് ദ ആഷസ് ഓഫ് ദ മിൽ. അവരാ കത്തിച്ചു കളഞ്ഞ ആ ഒരു മോട്ടോർ ഉണ്ടല്ലോ, അതിന്റെ ആ മില്ലൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ചാരം വാരിക്കൊണ്ടുവരിക. സ്പ്രിങ്കിൾ ദം ഓൺ ദ വിതേർഡ് ട്രീസ്. അത് ഇങ്ങനെ എന്താണ് വിതേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ലീഫോ പൂക്കളോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ബെയർ ആൻഡ് ഡ്രൈ എന്നാണ് അർത്ഥം. ട്രീസിലേട്ട് വിതറ്. ആൻഡ് ദേ വിൽ ബ്ലൂം അഗെയിൻ. ആ ട്രീ മുഴുവൻ പൂക്കൾ ഉണ്ടാകും. സെഡ് ദ ഡോഗ് സ്പിരിറ്റ്. ഡോഗ് സ്പിരിറ്റ് അവരോട് പറയാണ്. The old man awoke and went at once to his wicked neighbor's house. ആ ഓൾഡ് മനുഷ്യൻ വീണ്ടും ഈ നെയ്ബേഴ്സിന്റെ വീട്ടിൽ പോയി. എന്തിനാ? ചാരം വരാൻ വേണ്ടിയിട്ട്. Where he found the miserable old pair sitting at the edge of their square fireplace in the middle of the floor. അപ്പൊ ആ ദുഷ്ടന്മാരായ ഓൾഡ് പെയർ അവിടെ ഇരിക്കുകയായിരുന്നു, ആ ഫയർ പ്ലേസിന്റെ സ്ക്വയറിൽ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. സ്മോക്കിംഗ് ആൻഡ് സ്പിന്നിങ്, എന്തൊക്കെയോ പുകച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. From time to time they warm their hands and feet with the blaze from some bits of the meat. അതുകൂടാതെ ഇവര് ആ കൈയൊക്കെ ചൂടാക്കുന്നുണ്ട് ഈ തീയില്. While behind them lay a pile of the broken pieces. അവരുടെ പുറകില് കുറെ broken pieces, അത് അവര് പൊട്ടിച്ച് കളഞ്ഞതിന്റെ പീസുകൾ കിടക്കണ്ട. The good old man humbly asked for the ashes. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യൻ അവരോട് ആ ആഷസ് കുറച്ച് തരുമോന്ന് ചോദിക്കാണ്. Though the covetous couple turned up their noses at him and scolded him as if he were a thief. അത് കണ്ടോടുകൂടി ഈ ദുഷ്ടന്മാരായ കപ്പിള് അവര് മുഖം തിരിച്ചു, മൂക്കൊക്കെ തിരിച്ചിട്ട് അവരെ ചീത്ത പറഞ്ഞ് ഓടിച്ചു, കള്ളന്മാരാന്നുള്ള വിചാരത്തില്. They let him fill his basket with the ashes. അത് കഴിഞ്ഞിട്ട് അവരുടെ ബാസ്കറ്റിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി അനുവദിച്ചു ഈ ചാരം. On coming home, the old man took his wife into the garden. അങ്ങനെ വീട്ടിൽ വന്നപ്പം ഈ ഓൾഡ് പുവർ മാൻ ആ വൈഫിനെയും കൊണ്ട് ഗാർഡനിൽ പോവാണ്. It being winter, their favorite cherry tree was bare. ഇപ്പൊ വിന്റർ സീസൺ ആയിരുന്നു അത്. അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെറി ട്രീ ഒട്ടും ലീഫോ പൂക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല. He sprinkled a pinch of ashes on it and lo, it sprouted blossoms until it became a cloud of pink blooms which perfumed the air. അപ്പൊ ആ ചാരത്തിന്റെ കുറച്ചെടുത്ത് ആ ചാരം എടുത്തങ്ങ് എറിഞ്ഞു കഴിഞ്ഞപ്പം എന്താ പറ്റിയേ? ആ ചെറി ട്രീ മുഴുവൻ പൂക്കളുണ്ടായി. നല്ല ഭംഗിയുള്ള പിങ്ക് കളർ പൂക്കള്, ക്ലൗഡ്, ഒരു മേഘങ്ങള് പോലെ നല്ല സ്മെല്ലും ആ എയറിലുണ്ടായിരുന്നു. The news of this filled the village and everyone ran out to see the wonder. അപ്പൊ ആ വില്ലേജിൽ ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്തു. എല്ലാവരും ഈ വണ്ടർ കാണാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്, ആ സ്ഥലത്ത് വന്ന് കാണുകയാണ്. എന്ത് അത്ഭുതം ഇത്! The covetous couple also heard the story. അപ്പൊ ഈ ദുഷ്ടന്മാരായ ആ ആളുകളും ഈ നെയ്ബേഴ്സ് ഉണ്ടല്ലോ, അവരും ഈ സ്റ്റോറി കേട്ടു. ദാ അവിടെ ഇങ്ങനെ പൂക്കള് വിടുന്നു എന്നുള്ള കാര്യം കേൾക്കുകയാണ്. And gathering up the remaining ashes of the mill kept them to make withered trees bloom. ആ ബാക്കി ചാരം ആരിക്കൊണ്ടുപോയതിന്റെ ബാക്കി ഉണ്ടല്ലോ, ആ ബാക്കി അവര് മാറ്റി വെച്ചു, എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ച്. The kind old man, hearing that his lord, the daimyo, was to pass along the high road near the village. അപ്പോ അവരുടെ ആദ്യം നമ്മൾ പറഞ്ഞു ഡൈമിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലാൻഡ് ഓണേഴ്സ് ആണ്, കിങ്ങിനെ പോലെ നമ്മൾ റെസ്പെക്ട് ചെയ്യണവരാണ്. അപ്പൊ അവർ ആ വില്ലേജിൽ കൂടെ ഈ ഡൈമിയോസ് നടന്നു പോകുന്നുണ്ടെന്ന് കേട്ടു. സെറ്റ് ഔട്ട് ടു സീ ഹിം ടേക്കിംഗ് ഹിസ് ബാസ്കറ്റ് ഓഫ് ആഷസ്. അവര് പോവാണ് ഈ ഡൈമിയോനെ കാണാൻ ബാസ്കറ്റ് ഒക്കെ പിടിച്ച്. As the train approached, ട്രെയിൻ എന്ന് വെച്ചാൽ ആ ഡൈമിയോടെ ആ ഒരു ചാരിയറ്റ്, അതിന്റെ ആ രഥം അടുത്തപ്പോ he climbed up into an old withered cherry tree that stood by the wayside.
ആ വഴിയരികിൽ നിന്ന ഒരു ഇലയോ പൂക്കളോ ഒന്നുമില്ലാത്ത വിതേർഡ് ചെറി ട്രീയിൽ കയറി ക്ലൈംബ് ചെയ്തിരിക്കുകയാണ്. Now in the days of the daimyos, it was the custom when their lord passed by for all the loyal people to shut up their high windows. അപ്പോൾ പണ്ടത്തെ ഒരു ട്രഡീഷൻ ആയിരുന്നു ഡൈമിയോസ്, അതായത് ഈ ലാൻഡ് ഓണേഴ്സ് പോകുമ്പോൾ അവിടെ അടുത്തുള്ള ആളുകളൊക്കെ അകത്ത് കയറി അവരുടെ മുകളിലുള്ള വിൻഡോസ് ഒക്കെ അടയ്ക്കണം. They even pasted them fast with a slip of paper so as not to commit the impertinence of looking down on his lordship. അപ്പൊ അത് മാത്രമല്ല, അവർ ഫാസ്റ്റ് ആയിട്ട് എന്താണ് ഒരു പേപ്പർ ഒക്കെ കൊടുക്കും. എന്നിട്ട് ആ ലാൻഡ് ലോർഡ്ഷിപ്പ്, അതായത് ആ നമ്മുടെ ഡൈമിയോനെ കാണാൻ പോലും പറ്റത്തില്ല. അതുപോലെ ഭയങ്കര ഇമ്പേർട്ടിനൻസ് എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് റെസ്പെക്ട്. അപ്പൊ ആരെങ്കിലും ലാക്ക് ഓഫ് റെസ്പെക്ട് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ശിക്ഷയൊക്കെ കിട്ടും. All the people along the road would fall upon their hands and knees and remain prostrate until the procession passed by. അതുകൂടാതെ ആ റോഡിന്റെ അവിടെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം? കാൽമുട്ടില് കമന്ന് കിടക്കണം. കാരണം ഡൈമിയോയുടെ മുമ്പിൽ ആർക്കും നിവർന്നു നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. പ്രോസ്ട്രേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ ഗ്രൗണ്ടിൽ താന്ന് കിടക്കുന്നതാണ്. അങ്ങനെ കിടക്കണം ഈ ഡൈമിയോ പോണ സമയത്ത്. സാധാരണ ആളുകൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ബ്രാഹ്മിൻസ് ഒക്കെ പോകുമ്പോ കീഴ്ജാതിക്കാർ ഇങ്ങനെ കമന്ന് കിടക്കും, ഒളിച്ചു നിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു. The train drew near. One tall, competent man marched ahead, crying out to the people, by the way, get down on your knees, get down on your knees. അപ്പൊ ഭയങ്കര ട്രെയിനിന്റെ മുമ്പില് ഭയങ്കര മിടുക്കനായ ഒരു മനുഷ്യൻ മാർച്ച് ചെയ്ത ഒരു സോൾജിയർ പോലെ അംഗരക്ഷകൻ നടക്കുന്നുണ്ട്. അപ്പൊ അംഗരക്ഷകൻ ഉറക്കെ പറയുന്നുണ്ട്, get down on your knees, എല്ലാവരും കാൽമുട്ടിൽ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. And everyone kneeled down while the procession was passing. അപ്പൊ അവിടെയുള്ള എല്ലാ ആളുകളും കാൽമുട്ടിൽ നിന്ന് താന്ന് കേണ് നിൽക്കുകയാണ് ആ ഒരു procession എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജാഥ പോകുമ്പോ. Suddenly the leader of the van caught sight of the aged man up in the tree. പെട്ടെന്ന് തന്നെ ആ വാനിന്റെ ലീഡർ ആയിട്ടുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ട്രീയിലേക്ക് നോക്കുകയാണ്. He was about to call out to him in an angry tone. അയാള് ആംഗ്രി ആയിട്ട് ദേഷ്യത്തിൽ ഇറങ്ങടോ എന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ്, but seeing he was such an old fellow, he pretended not to notice him and passed him by. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വയസ്സായ ഒരു മനുഷ്യനാണല്ലോ, നോട്ടീസ് ചെയ്യണ്ട, കണ്ടു എന്നുള്ള ഭാവം നടിക്കേണ്ട, വല്ലയിടത്തും ഇരിക്കട്ടെ, ഇനി ഈ ഓൾഡ് മനുഷ്യനെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ച് ഓടാൻ പോകും, മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങുമ്പോഴാണ് when the daimyo's palanquin drew nearer. ആ പാലൻക്യൂൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോയൽ വാൻ, കാർട്ട് ഉണ്ടല്ലോ, ആ ചാരിയറ്റ് എത്താറായപ്പോ എന്ത് പറ്റി? Old man, taking a pinch of ashes from the basket, scattered it over the tree. In a moment it burst into blossom. അപ്പൊ ഈ നമ്മുടെ പാവപ്പെട്ട ഓൾഡ് മാൻ ഡൈമിയോയുടെ പാലൻക്യൂൻ ആ വാൻ അടുത്തെത്തിയപ്പം ആ ചാരത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങടെ എറിയാണ്, വിതറുകയാണ്. ആ നിമിഷം തന്നെ ആ ചെറി ട്രീ മുഴുവൻ പൂക്കളായി, ഭംഗിയുള്ള പൂക്കളായി. The delighted daimyo ordered the train to be stopped and go out to see the wonder. ഡൈമിയോ ഭയങ്കര ഡിലൈറ്റഡ് ആയി, ഹാപ്പി ആയി ഇത് കണ്ടപ്പം. എന്നിട്ട് ട്രെയിൻകാരോട് നിർത്താൻ പറഞ്ഞിട്ട് ഈ അത്ഭുതം കാണാണ്. Calling the old man to him, he thanked him and ordered presents of silk robes, sponge cake, fans and other rewards to be given him. He even invited him to his castle. അപ്പോ ഈ ഓൾഡ് മാനെ വിളിച്ചിട്ട് ഡൈമിയോ അദ്ദേഹത്തിന് താങ്ക്സ് കൊടുത്ത് കുറേ സിൽക്ക് റോബ്സും സ്പോഞ്ച് കേക്കും ഫാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജപ്പാൻകാരുടെ ഫാൻ ഉണ്ടല്ലോ, ആ ഫാനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. He even invited him to the castle എന്ന് വെച്ചാൽ അവരുടെ രാജകൊട്ടാരത്തിലേക്ക് വിളിക്കുകയും ചെയ്തു. So the old man went gleefully home to share his joy with his dear old wife. അങ്ങനെ ഈ മനുഷ്യൻ വീട്ടിലേക്ക് സന്തോഷത്തോടെ പോവാണ്. വൈഫ് വീട്ടിലിരിക്കല്ലേ, വൈഫിനോട് ഇതൊക്കെ പറയാൻ. But when the greedy neighbor heard of it, he took some of the magic ashes and went out on a highway. ആ നമ്മുടെ ഗ്രീഡി നെയ്ബേഴ്സ് ഇത് കേട്ട വഴി ഇവര് എടുത്തു വെച്ചിരുന്ന ബാക്കിയുള്ള മാജിക് ആഷസ് ഉണ്ടല്ലോ, ആ ആഷസുമായിട്ട് ഓടുകയാണ് ഇവര് ഹൈവേയുടെ അങ്ങട്. There he waited until a daimyo's train came along and instead of kneeling down like the crowd, he climbed a withered cherry tree. അപ്പൊ ഈ ചാരമായിട്ട് നിൽക്കുകയാണ് ഡൈമിയോ വന്ന സ്ഥലത്തിന്റെ അടിയില്. അപ്പം എല്ലാവരും നീൽ ഡൗൺ ചെയ്യാൻ പറയുമ്പം ഇവർ ഓടിപ്പോയി ഒരു വിത്തേർഡ് ചെറി ട്രീയിൽ കയറി.
When the daimyo himself was almost directly under him, he threw a handful of ashes over the tree which did not change a particle. ഇപ്പൊ ഡൈമ്യോ അവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആഷസ് എടുത്തിട്ട് ഈ ദുഷ്ടനായ മനുഷ്യൻ എന്ത് ചെയ്തു? എറിഞ്ഞു ആ ചെറി ട്രീയിലേട്ട്. പക്ഷെ ഒരു ചേഞ്ചസ് സംഭവിച്ചില്ല. എന്ത് പറ്റി? The wind blew the fine dust in the noses and eyes of the daimyo and his wife. അപ്പൊ ഈ ചാരം കാറ്റ് പറത്തിക്കൊണ്ടുപോയി ഡൈമിയോടെയും വൈഫിന്റെയും മൂക്കിലേട്ടൊക്കെ കയറി അവർക്ക് ഭയങ്കര ശല്യായി. സച്ച് സ്നീസിങ് ആൻഡ് ചോക്കിങ്, അവര് തുമ്മാനുമോ ചുമയ്ക്കാനൊക്കെ തുടങ്ങി. ഇറ്റ് സ്പോയിൽഡ് ഓൾ ദ പോംബ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ പൊസിഷൻ. അപ്പൊ ആ ഒരു പോംബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു പവറും ആ ഒരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് പോയിരുന്ന ആ പ്രൊസഷൻ ആകെ അതിന്റെ ഒരു ഡിഗ്നിറ്റിയെ കളഞ്ഞു ഇത് കാരണം. The man whose business it was to cry, get down on your knees, seized the old fool by the collar. ഇപ്പൊ ഒരു മനുഷ്യൻ ആദ്യം മുമ്പിൽ നടക്കണ്ടായിരുന്നു, ഒരു വലിയ സോൾജിയർ പോലെ അംഗരക്ഷകൻ. അയാൾ എന്ത് ചെയ്തു? അയാള് ഈ മനുഷ്യനെ, ഈ ദുഷ്ടനായ മനുഷ്യനെ കോളറിൽ പിടിച്ച് വലിച്ചു. ഡ്രാഗ് ഹിം ഫ്രം ദ ട്രീ, ട്രീയിൽ നിന്ന് ഇറക്കി. എന്നിട്ട് അദ്ദേഹത്തിനെ ആ റോട്ടിലെ ഒരു ഡിച്ചിലേട്ട്, ഒരു കുഴിയിലോട്ട് ഉന്തിയിട്ടു. Then beating him soundly, he left him for dead. എന്നിട്ട് ഈ ദുഷ്ടനായ മനുഷ്യനെ ഈ മനുഷ്യൻ അടിച്ച് ശരിപ്പെടുത്തി കൊന്നു. Thus the wicked old man died in the mud. അങ്ങനെ ആ ദുഷ്ടനായ വയസ്സനായ മനുഷ്യൻ ആ മണ്ണില് മരിച്ചു വീണു. But the kind friend of the dog dwelt in peace. പക്ഷെ ആ ഡോഗിന്റെ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് സന്തോഷിച്ചു, അവന് സമാധാനം കിട്ടി. ആൻഡ് പ്ലെന്റി ആൻഡ് ബോത്ത് ഹി ആൻഡ് ഹിസ് വൈഫ് ലീവ് ടു എ ഗ്രീൻ ഓൾഡ് ഏജ്. അപ്പൊ ആ മൂക്കോ എന്നാണ് ആ ഡോഗിന്റെ പേരായിരുന്നല്ലോ, ആ ഡോഗിന്റെ ആത്മാവിന് സമാധാനവും സന്തോഷവും കിട്ടി ഈ മനുഷ്യൻ മരിച്ചപ്പോ. കാരണം ഡോഗിനെ കൊന്നത് ഈ ദുഷ്ടനായ മനുഷ്യനാണല്ലോ. അതുകൂടാതെ ഈ നമ്മുടെ പാവപ്പെട്ട ഓൾഡ് കപ്പിളില്ലേ, എന്റെ ഡോഗിനെ നഷ്ടപ്പെട്ടവര്, അവരുടെ ഓൾഡ് ഏജ് കുറെ കാലം സന്തോഷമായിട്ട് ജീവിച്ചു തീർത്തു. അപ്പൊ ഇതൊരു ലെങ്തി സ്റ്റോറി ആയിരുന്നു, എക്സ്പ്ലനേഷൻ ഇച്ചിരി ഫാസ്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇത് എഴുതിയത് വില്യം എലിയറ്റ് ഗ്രിഫിസ് ആണ്. ഇതൊരു ജാപ്പനീസ് ടെയിലാണ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, ബൈ.